Hello, dear young friends. Welcome to the class. Welcome to Appreciating Fiction. We are dealing with the different types of fiction in this class. So let's begin. We had gone through the different aspects of fiction. We came to know what is fiction, what is the difference between a long fiction and short fiction, what is atmosphere, what is character, what is characterization, which are the different narrative techniques that is applied in a text or in a fiction. And now let's go through the last part of the module 1, that is the different types of fiction. We have 11 types of fiction to deal with. So let's begin with the first one, that is picaresque novel. What is a picaresque novel? The term picaresque is derived from the Spanish word picaro, which means picaroon or knave or rogue. Picaresque novels are often realistically recount the adventures of a carefree but engaging rascal who lives by his or her quick wits than by honorable work. ഊരുതെണ്ടി എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ തെമ്മാടി, താന്തോന്നി, നാടോടി, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും. വാൻഡറിങ് റോഗ് ആയിരിക്കും പിക്കാറസ്ക് നോവലിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രം മെയിനായിട്ട് വരുന്ന നോവൽസിനെയാണ് നമ്മൾ പിക്കാറസ്ക് നോവൽ എന്ന് പറയുന്നത്. ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ പിക്കാറസ്ക് വാൻഡർ ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ഫ്രം വൺ സോഷ്യൽ മിലിയൂ ടു അനദർ ഇൻ ദിയർ എഫേർട്ട് ടു സർവൈവ്. സോ നാടോടി എന്ന് പറയുന്ന സിനിമയിലെ ലാലേട്ടൻ്റെ കഥാപാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഹീസ് ട്രൈങ് ടു ഡു ഓർ ഹീസ് റെഡി ടു ഡു എനി ജോബ്. He don't want to do any kind of honorable work or something like that. He's ready to do any work, and he even get into conflicts or quarrels very easily. So such kind of characters, it's said that they are carefree, adventurous as well as engaging rascal who lives by his or her own quick wits. ഇപ്പം തട്ടിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മിടുക്ക് കൊണ്ടോ സർവൈവ് ചെയ്യാൻ പഠിച്ചവനായിരിക്കും ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. They'll try to survive. This form of narrative emerged in Spain, as the term itself originated from Spain in the 16th century as a reaction to the social and cultural conflicts that arose in Spain as it shifted from a feudal to a monarchical society. So that is the reason. The emergence of a class of vagabonds, നാടോടി വർഗത്തിൻ്റെ ഒരു എമർജൻസ് കാണുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഒരു 16th സെഞ്ച്വറിയുടെ കാലഘട്ടത്തിൽ ഈ പറയുന്ന സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോൺഫ്ലിക്ട്സിൽ നിന്നാണ്, ആ ഫ്യൂഡൽ ഇതിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും മൊണാർക്കിയൽ ഒരു രാജഭരണത്തിലേക്ക് വന്ന സമയത്ത് ജന്മിത്ത വ്യവസ്ഥയിൽ നിന്ന് രാജവ്യവസ്ഥയിലേക്ക് വരുമ്പോണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള കൈൻഡ് ഓഫ് റിയാക്ഷൻ, കൈൻഡ് ഓഫ് ഗ്രൂപ്പ് ഫോംഡ് കോൾഡ് ആസ് എ ക്ലാസ് ഓഫ് വാഗബോൺസ്. ഒരു സ്ഥലത്തും സ്ഥിരതയില്ലാതെ ഓരോ സ്ഥലങ്ങളിലും പോയി താമസിക്കുന്ന ആൾക്കാർ, അവരിൽ മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, കള്ളത്തരം ചെയ്ത് പറ്റിച്ച ആൾക്കാരെ പറ്റി ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. They just wanted to survive. They don't give much importance to morality and all that. Along with other social disruptions, and the picaresque gave voice to this class, offering an outsider's view of society. Unlike the idealistic knight-errant heroes of the medieval chivalric romance, the protagonists of the picaresque are often cynical and immoral rascals who come from a low social class. അപ്പോൾ ഇവരുടെ മിക്കവാറും ഇവരുടെ ജനനം എന്ന് പറയുന്നതൊക്കെ വല്ല ജാരസന്ധതിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ ഉണ്ടായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ലം ഏരിയാസിൽ നിന്ന് വന്നിട്ടുള്ളതോ ഒരു ലോ സോഷ്യൽ ക്ലാസ്സിൽ നിന്ന് എമർജ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് ദേ വിൽ ബി അമോറൽ, ദേ വോണ്ട് ഗിവ് മച്ച് ഇമ്പോർട്ടൻസ് ടു മൊറാലിറ്റി, വിൽ ബി സിനിക്കൽ, ദേ ട്രൈ ടു വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ക്രാഫ്റ്റി ഓർ കണ്ണിങ്, ദേ ട്രൈ ടു ഡു എനിത്തിങ്. ആൻഡ് ദിസ് വാസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് ദ ഐഡിയലിസ്റ്റിക് നൈറ്റ് എറൻറ്റ് ഹീറോസ് ഓഫ് ദ മെഡീവിയൽ റൊമാൻസസ്. മെഡീവിയൽ റൊമാൻസസ് നമ്മൾ കാണുന്ന വളരെ നന്മയുള്ള പട്ടാളക്കാരുടെ കഥകൾ ഒക്കെയാണ് നമ്മൾ കാണുന്നത് മെഡീവിയൽ റൊമാൻസസിലൊക്കെ. അത്തരം ഹീറോസ് അതിനൊക്കെ നേരെ വിപരീതമായിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഹീറോസിനെ കാണാൻ പറ്റുന്നത്. യൂഷ്വലി പിക്കാറസ്ക് നോവൽസ് ആർ എപ്പിസോഡിക് ഇൻ സ്ട്രക്ചർ ആൻഡ് ദേ ആർ നറേറ്റഡ് ഫ്രം ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പോൾ 2 പോയിൻ്റാണുള്ളത്. ഒന്നത് എപ്പിസോഡിക് ആയിരിക്കും സ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ, രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും. അതായത് ദ യൂസ് ഓഫ് ഞാൻ, ആ കാഴ്ചപ്പാടിലായിരിക്കും, ആ നറേഷൻ ടെക്നിക്കിലായിരിക്കും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദീസ് നറേറ്റീവ്സ് ജനറലി സെറ്ററൈസ് ദ ക്യാരക്ടേഴ്സ് ഓഫ് സൊസൈറ്റീസ് ദേ ഡെപ്പിക്റ്റ്. അപ്പോൾ ഒരു ഔട്ടർ വേൾഡിനെയാണ് ഇവിടെ കാണിക്കുന്നത്, ആൻ ഔട്ട്സൈഡേഴ്സ് വ്യൂ ഓഫ് ദ സൊസൈറ്റി ബേസിക്കലി.
അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു സെറ്ററൈസിങ് എഫക്റ്റും എലമെൻറ്റും ഒക്കെ നമുക്കിതിൽ ഇത്തരം നോവൽസിൽ കാണാനായിട്ട് സാധിക്കും. ദ ഫസ്റ്റ് ടൈപ്പ് ഓർ ദ ഫസ്റ്റ് പിക്കാറസ് നോവൽ നറേറ്റീവ് വാസ് ഫ്രം an anonymous Spanish book entitled The Life of Lazorile de Toms, appeared in 1554. ആസ് വി മെൻഷൻ 16th സെഞ്ചുറിയിലാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എമേർജ് ചെയ്തായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ 1554 ആദ്യത്തെ ഒരു ഈ തരത്തിലുള്ള എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകം വരുന്നത്. അത് ആരെഴുതിയതാണെന്നുള്ളത് അവ്യക്തമാണ്, അനോണിമസ് ആണ്. It is a Spanish work. Definitely the concept emerged from Spain. The Picaro had made his way into other European literatures after the translation of Lazorillo de Toms into French, Dutch and English. Thomas Nash, The Unfortunate Traveller, or The Life of Jack Wilton is the first English picaresque narrative. Daniel Defoe's Moll Flanders, Henry Fielding's Joseph Andrews, Jonathan Wild and Tom Jones, Tobias Molley's Roderick Random and Ferdinand Count Fathom and Mark Twain's Adventures of Huckleberry Finn. അങ്ങനെ നീണ്ടു പോകുന്നു ഈ ഒരു നിര. Miguel de Cervantes incorporated elements of the picaresque into his masterpiece Don Quixote. Some of the modern novels that incorporate many traits of the picaresque are Joyce Carey's The Horse Mouth, Ralph Ellison's Invisible Man, and Saul Bellows' The Adventures of Augie March. Okay, ഇവിടെ നമ്മൾ മിഗുവൽ സെർവാൻഡസിൻ്റെ ഡോൺ ക്വിക്സോട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലോട്ട് മെനി ടൈംസ്. Miguel Cervantes in a Don Quixote നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. Why we discussed about parody in the last class. It was parodizing the chivalric heroes of the medieval romances and all that. So here we can see that Cervantes had incorporated these picaresque elements into his novel Don Quixote. So these are the basic aspects of the picaresque novel. Wandering hero ആയിരിക്കും, സർവൈവലിന് വേണ്ടി എന്തും ചെയ്യും, amoral ആയിരിക്കും, will emerge from a social class, from a low social class, and about the structure of the novel, it will be episodic as well as having a first person point of view. Right, and always try to learn 1 or 2 or 3 examples regarding that particular genre. Second one is epistolary novel. Do you remember what is an epistolary novel? That once I mentioned it in the class. Yeah, novels written in the form of letters. An epistolary novel is a novel narrated through the medium of a series of letters written by one or more characters. This mode of writing fiction dates back to the early development of the English novel in the 18th century. Samuel Richardson's Pamela or Virtue Rewarded and Clarissa Harlowe are epistolary novels. In Pamela, the letters are written by the major character, whereas in Clarissa, a number of characters exchange letters. So definitely characters letters എഴുതുമ്പോൾ കുറച്ചും കൂടെ കഥയെ കാണുന്നതിനേക്കാൾ ഉപരി കഥാപാത്രങ്ങളുടെ മാനസികമായിട്ടുള്ള തലങ്ങളിലൂടെയാണ്. കാരണം കത്തിൽ നമ്മളെപ്പോഴും വളരെ ഓപ്പൺ ആയിട്ടായിരിക്കും എഴുതുന്നുണ്ടായിരിക്കുക. ആൻഡ് ഷീ ഈസ് റൈറ്റിംഗ് മെനി ലെറ്റേഴ്സ് ടു ഹെർ പാരൻസ്. സോ അദ്ദേഹത്തിൻ്റെ പാരൻസിന് എഴുതുന്ന ലെറ്റർ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഉള്ളു തുറന്നിട്ടായിരിക്കും അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടായിരിക്കുക. ദ ഇവൻറ്റ്സ് ഇൻ ദ നോവൽ ആർ റിക്കൗണ്ടഡ് ജസ്റ്റ് ആഫ്റ്റർ ഓർ ഈവൻ ഡ്യൂറിംഗ് ദ മൊമെൻറ്റ് ഓഫ് ദിയർ occurrence and it lends immediacy to the narrative. Novels written in this format are less dialogue driven and offer an intimate view of the characters' thoughts and feelings in simple, direct language without the interference of the authors. So authorന്റെ interference ഇല്ലാതെ ഡെഫിനറ്റ്ലി ക്യാരക്ടേഴ്സ് ആണല്ലോ ഇവിടെ സംസാരിക്കുന്നത് കത്തുകളിലൂടെ. അപ്പോൾ ഓഥറിൻ്റെ യാതൊരു ഇൻ്റർഫറൻസും ഇല്ലാതെ മനസ്സ് തുറന്ന് എഴുതാനായിട്ട്, മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയായിരിക്കും എപ്പിസ്റ്റോളറി നോവൽസിന് ഉണ്ടായിരിക്കുക. ആൻഡ് ദർ വിൽ ബി ലെസ് ഡയലോഗ്സ്. കാരണം ഡയലോഗ്സ് പരസ്പരം പറയുന്ന കാര്യങ്ങൾ ഇതിൽ വരുന്നില്ല. ഇതിൽ പരസ്പരം എഴുതുന്ന കത്തുകളാണ് വരുന്നത്. അപ്പോൾ കത്തിൻ്റെ രൂപമാണ്, ഇതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ലെറ്റേഴ്സാണ്, ലെറ്റർ ഫോമാറ്റിലാണ് വിടുന്നത്. അപ്പോൾ അതിലൂടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട്, അതേസമയം തന്നെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെയോ അല്ലെങ്കിൽ അതിനുശേഷമായിട്ടൊക്കെയാണ് കത്തുകൾ എഴുതുന്നത്. ആൻഡ് ദിസ് ലെൻസ് ഇമ്മീഡിയസി ടു ദി നറേറ്റീവ്. പറയുന്ന കാര്യങ്ങൾ ചൂടോടെ പറയാമെന്ന് പറയില്ല, അതുപോലെ ആയിരിക്കും വളരെ രസകരമായിട്ടുള്ള ആ ഒരു കത്തുകളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് നറേറ്റീവ് ടെക്നിക്. Thus, these novels allow the protagonist or supporting characters to have their own distinct voices and individual ways of looking at the world. So, as mentioned, in some epistolary novels, sometimes in Pamela, the major character, Pamela, is writing the letters,
And in Clarissa, we can see multiple characters writing the letters. So they will be having their own distinct voices. ഒരാൾക്ക് പറയാനുള്ളത് ആവില്ല മറ്റൊരാൾക്ക് പറയുന്നുണ്ടായിരിക്കും. ആ ഒരു വ്യത്യസ്തത, ആ ഒരു ഡെമോക്രറ്റൈസിങ് ആറ്റിറ്റ്യൂഡ് ഇവിടെ നമുക്ക് എപ്പിസ്റ്റോളറി നോവലിൽ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ വോയിസസ് വരുന്ന എപ്പിസ്റ്റോളറി നോവലിൽ കാണാനായിട്ട് സാധിക്കും. As events in the epistolary novel are narrated through the subjective point of view of one or more characters, this genre is often counted as the forerunner of the modern psychological novel. ഇപ്പോൾ സൈക്കോളജിക്കൽ നോവൽ എന്ന് പറയാൻ കാരണം സൈക്കോളജിക്കൽ നോവലിൽ കൂടുതലായിട്ടും ഹ്യൂമൻ ബീയിങ്സിൻ്റെ സൈക്കി ആയിരിക്കും അവിടെ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഹിയർ ഓൾസോ വി ക്യാൻ സീ ദാറ്റ് ദീസ് ക്യാരക്ടേഴ്സ് ആർ ഔട്ട് പോറിങ് ദെയർ ഓൺ ഇന്നർമോസ്റ്റ് ഇമോഷൻസ് ആൻഡ് ദേ ആർ സ്പീക്കിംഗ് directly. Okay, so this epistolary novels can be considered as a forerunner of psychological novels എന്നാണ് പറയുന്നത്. സൈക്കോളജിക്കൽ നോവലിൻ്റെയൊക്കെ ആദ്യ രൂപം നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഈ പറയുന്ന കത്ത് രൂപത്തിലുള്ള നോവലുകളെയാണ്. കാരണം അതിലാണ് വളരെ അഗാധമായിട്ട് കഥയേക്കാളുപരി കഥാപാത്രങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കഥ പോകുന്ന രീതി അവലംബിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിസ് epistolary novels can be considered as the forerunner of psychological novel. Rousseau's La Nouvelle Heloise, Tobias Mollets The Expedition of Humphrey Clinker, Goethe's The Sorrows of Young Werther, and Fanny Burney's Evelina are some other well-known novels belonging to this category. In modern times, we can see Alice Walker's Color Purple and A.S. Baird's Possession and all that. 1900s നമുക്ക് ഈ ഒരു മോഡേൺ യുഗത്തിലുള്ള എപ്പിസ്റ്റോളറി നോവൽസ് കാണാനായിട്ട് സാധിക്കുന്നത്. So that's all about epistolary novel. Next one is Gothic novel. What is meant by Gothic novel? Gothic novel, the word derives from Goths, the northern European tribe that warred against the Roman Empire. Giorgio Vasari എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ 1550 ഈ ഒരു വാക്കിനെ സിഗ്നിഫൈ ചെയ്തത് ഇത്തരത്തിലുള്ള അർത്ഥം വെച്ചിട്ടാണ്. മോൺസ്ട്രസ്, ബാർബറസ് ആൻഡ് ഡിസോർഡർലി ഇൻ വിഷ്വൽ ആർട്ട്. So he called things which appeared in monstrous, barbarous and disordered way as Gothic. A style that departs from the Greco-Roman tradition. അപ്പോൾ ഗ്രീക്ക് റോമൻ ട്രഡീഷൻ നമ്മൾ ക്ലാസിക്കൽ ഏജിലൊക്കെ കണ്ടു, വളരെ കൃത്യമാണ്, വളരെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള. ഹോപ്പ് യു റിമെമ്പർ ദാറ്റ് കോളംസ്, ആ തൂണുകൾ, അവിടുത്തെ ആർക്കിടെക്ചർ നോക്കുമ്പോൾ അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ തൂണുകൾ എന്നൊക്കെ പറയുന്നത് കൃത്യമളവാണ്. അതിൽ സട്ടിലായിട്ടുള്ള കാര്യങ്ങളിൽ പോലും വളരെ കൃത്യത പാലിച്ചിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ കോളംസും അതിലത്തെ ഓരോ ഗ്യാപ്പുകളും അകലങ്ങളും ഒക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഗ്രീക്കോ റോമൻ. ദാറ്റ് മീൻസ് ഇൻ ഗ്രീസ് ആസ് വെൽ ആസ് ഇൻ റോം വി കൺസിഡർ ദ ക്ലാസിക്സ് ആസ് എ ഗ്രീക്ക് വാട്ട് ഓൾ ബിലോങ്സ് ടു ഗ്രീക്ക് ആൻഡ് റോം. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ പറയുന്ന, ഇതിൻ്റെ നേരെ വിപരീതമാണ് ഈ പറയുന്ന ഗോത്തിക് എന്ന് പറയുന്ന ഒരു കലാശൈലി എന്ന് പറയുന്നത്. And the term Gothic is usually used to denote the medieval world in general and in particular the medieval form of architecture. So visual artൽ മോൺസ്ട്രസും ബാർബറസും ഡിസോർഡേർഡും ആയിട്ടുള്ള ആർട്ടിനെയാണ് വസാരി അദ്ദേഹം എന്തെന്ന് വിളിച്ചത്, ഗോത്തിക് എന്ന് വിളിച്ചത്. പിന്നീട് ഗോത്തിക് എന്നുള്ളത് മെഡീവൽ ഏജിലേക്ക് മിഡിൽ ഏജസിലേക്ക് വരുമ്പോൾ ആർക്കിടെക്ചറിൻ്റെ ഒരു ഫോമിലേക്കായിട്ട് ആ ഒരു പ്രത്യേക രീതികളിലുള്ള ബിൽഡിങ്സിനെ വിളിക്കുന്ന പേരായിട്ട് അത് മാറി. സോ വെൻ വി സെർച്ച് ഫോർ ദിസ് വേർഡ് ഗോത്തിക്, ഇറ്റ്സ് ഒറിജിൻ, വി ക്യാൻ സീ ഇറ്റ്സ് ഒറിജിൻ ആസ് ദ വേർഡ് കെയിം ഫ്രം ആർക്കിടെക്ചർ ആൻഡ് ഓൾ ദാറ്റ്. സോ എന്താണ് ഗോത്തിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്? Characterized by a wealth of ornamental and intricate detail, flying buttresses, pointed arches and vaults, narrow spires, stained glass windows and prominent verticality. വളരെ ഉയരമുള്ള സ്റ്റീപ്പിൾസുള്ള കുത്തനെയുള്ള ഗോപുരങ്ങളൊക്കെയുള്ള അത്തരത്തിലുള്ള പ്രത്യേകതകളുള്ള ചില ബിൽഡിങ്സിനെ അല്ലെങ്കിൽ അത്തരം ആർക്കിടെക്ചറിനെയൊക്കെയാണ് ഗോത്തിക് എന്ന് പിന്നീട് മെഡീവൽ ടൈം മുതൽ വിളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ചരിത്രത്തിനപ്പുറം നോവലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വി ക്യാൻ കോൾ ഗോത്തിക് ഫിക്ഷൻ ഓർ എ ഗോത്തിക് നോവൽ ആസ് that employs the mystery, terror, horror, suspense and the supernatural to chill the spine and curdle the blood. അപ്പോൾ വളരെയധികം മാനസികമായിട്ട് ഭീതിപ്പെടുത്തുന്ന, മിസ്റ്റീരിയസ് ആയിട്ടുള്ള, വിചിത്രമായിട്ടുള്ള, ദാറ്റ് മീൻസ് ഗ്രോട്ടസ്ക് വി ക്യാൻ സേ, നിഗൂഢമായിട്ടുള്ള സ്ഥലങ്ങളെ അല്ലെങ്കിൽ അതുപോലുള്ള നോവലുകൾ, അത്തരം സെറ്റിങ്സ് വി മെൻഷൻഡ് അബൌട്ട് അറ്റ്മോസ്ഫിയർ ആൻഡ് ഓൾ ദാറ്റ്. സോ ദോസ് ഫിക്ഷൻ, ദോസ് നോവൽസ് വിച്ച് എക്സിബിറ്റ് all those aspects such as this grotesqueness, mysterious aspects, we can call that as a Gothic fiction.
The most common setting of this genre of fiction include wild and desolate landscapes, dark forests, ruined abbeys, feudal halls, and medieval castles with torchlit dungeons, secret passages, winding stairways, outlets, sliding panels, and torch chambers. The genre was inaugurated by the publication of Horace Walpole's The Castle of Otranto, a Gothic story in 1764. ഈ നോവലിൽ ഗോത്തിക് സ്റ്റോറി, ആ വേർഡ് ഗോത്തിക് എന്നുള്ളത് ഇതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ പബ്ലിഷ് ചെയ്തപ്പോൾ വാൾപോൺ മനഃപൂർവ്വം ആഡ് ചെയ്ത് ചേർത്താണെന്ന് പറയുന്നു. ബിക്കോസ് ദിസ് വർക്ക് വാസ് എ ഗ്രൂസം ടെയിൽ ഓഫ് പാഷൻ, ബ്ലഡ്ഷെഡ് ആൻഡ് വില്ലനി സെറ്റ് ഇൻ ദ 12th and 13th century. Anne Radcliffe, the most popular follower of Walpole, her Mysteries of Udolpho and Italian are the best examples of this genre. And other landmarks of Gothic fiction include Clara Reeves, the Old English Baron, William Beckford's Vathek, Anne Ashley's The Royal Captives, and all that. ഇത്തരത്തിലുള്ള വാസ്റ്റായിട്ടുള്ള ഡെസലേറ്റഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സോ ഡാർക്ക് ഫോറസ്റ്റോ ഒന്നും ഇല്ലെങ്കിൽ പോലും സംടൈംസ് വി ക്യാൻ കോൾ certain works as Gothic because of mysterious as well as claustrophobic or grotesque or sinister, that means harmful or evil atmosphere can be called as Gothic. That is the best example is Mary Shelley's Frankenstein. ഫ്രാങ്കൻസ്റ്റീൻ അത്തരത്തിലുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അവിടെ ലാൻഡ്സ്കേപ്പുകളോ ഈ പറയുന്ന പ്രത്യേകതകളോ അധികമായിട്ടില്ലെങ്കിൽ പോലും ആ കഥയിൽ ആ ക്രിയേറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ അതുണ്ട്. ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്, ഈവിൾ ആയിട്ടുള്ള ഒരു ഫീലാണ് കിട്ടുന്നത്, ഒരു മൂഡാണ്, ടോണാണ് ക്രിയേറ്റഡ് ആവുന്നതെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഗോത്തിക് നോവൽ. ആൻഡ് വി ക്യാൻ സീ ജെയിൻ ഓസ്റ്റൻസ് നോർത്താഞ്ചർ അബേസ് is a work that satirizes these Gothic fiction. ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഗോത്തിക് ഫിക്ഷനുകളൊക്കെ കളിയാക്കുന്ന രീതിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സ്പൂഫ് ഓർ പാരഡി ആയിട്ടുള്ള പുസ്തകമാണ് നോർത്താഞ്ചർ എബേ എന്ന് പറയുന്നത്. We can find some other persons are influenced by this particular style, that is Edgar Allan Poe, William Faulkner, Nathaniel Hawthorne, Bronte sisters, Charles Dickens and all that. ആൻഡ് അതിലെ ഹീറോ ആൻഡ് ഹീറോയിൻസ് എന്ന് പറയുന്നത് വളരെ അധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡാർക്ക് ഹിസ്റ്ററീസ് ഉള്ള ആൾക്കാരായിരിക്കും, സീക്രട്സ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ആൻഡ് അബൌട്ട് ദ ഹീറോ, ഹി വിൽ ബി എ പേഴ്സൺ ഹാവിങ് എ ലോട്ട് ഓഫ് പവർ ആൻഡ് കരിസ്മ ദാൻ ഹിസ് ഗുഡ്നെസ്. ആൻഡ് ഹീറോയിൻ്റെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിൻ്റെ ലവ് വിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്, ഹീറോയുടെ മനസ്സിൽ കയറി പറ്റുക എന്നുള്ളതാണ് ഹീറോയിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ചാലഞ്ച്, ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ഓഫ് ഹീറോയിൻസ് in such works, Gothic works. Fourth one is Bildungsroman. Bildungsroman, this concept was originated in Germany. This German word Bildung means education and Roman means novel. Thus, Bildungsroman means a novel of education or a novel of formation. ഈ നോവൽസിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഥാപാത്രങ്ങൾക്ക് ഒരു ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു അവസ്ഥയിൽ നിന്ന് അവർക്കൊരു മെച്യൂരിറ്റി, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും നോളേജ് ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതിലെ ഹീറോ ഓർ ഹീറോയിൻ, അതിലെ മെയിൻ ആയിട്ടുള്ള കഥാപാത്രം എത്തിച്ചേരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇൻ സച്ച് നോവൽസ്. As the meaning of the term suggests, a Bildungsroman narrates the psychological, moral, and sometimes spiritual development of an individual from childhood to maturity, to the point at which the protagonist recognizes his or her place and role in the world. In other words, novels belonging to this genre traces the protagonist's journey from innocence to experience and knowledge. നമുക്ക് വിനോദയാത്രയ്ക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. വിനോദയാത്ര എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ തുടക്കത്തിൽ ദിലീപിൻ്റെ കഥാപാത്രം എങ്ങനെയുള്ളതായിരുന്നു, ഒന്നും അറിയാൻ വയ്യാത്ത, ഉള്ളിക്കെന്താ വില, അരിക്കെന്താ വില, അല്ലെങ്കിൽ ജീവിതം എന്താണെന്നറിയാത്ത, പൈസ മുഴുവൻ വീടിന് ഉപകാരമൊന്നുമില്ലാതെ കഴിയുന്ന ഒരു യുവത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് വാട്ട് ഹാപ്പൻസ് അറ്റ് ദ എൻഡ് ഓഫ് that movie, he becomes a very responsible, very matured person, very matured adult, and in their journey towards self-realization, protagonists of the Bildungsroman often come up against the trials and tribulations of life and often undergo a spiritual crisis. In the movie Guru also we can see a development of character. He was a kind of a fanatic at the beginning of that movie, and at the end he had become a person who is spiritually elevated by that Guru character, by that spiritual force called as Guru and all that. A classical example is Goethe's Wilhelm Meister Apprenticeship, which was published in the year 1795 or 96.
In the novel, after being disillusioned by his first love, Willem Meister, a young man, sets out on a journey. Following a series of incidents, he realizes that in a certain sense, all of life is an apprenticeship. Other well known examples are Charlotte Bronte's Jane Eyre, George Eliot's The Mill on the Floors, Charles Dickens' Great Expectations, Somerset Maugham's Of Human Bondage, Thomas Mann's The Magic Mountain, etc., or Harper Lee's To Kill a Mockingbird. All these are best examples of Bildungsroman. There is another subtype of Bildungsroman which is called as Kurzroman, or novel of the artist, that explore the development of an artist from childhood into the stage of maturity to the point when the protagonist realizes his or her artistic potential and mission. Novels that exhibit artistic development, that means a novel of the artist that explores the development of an artist from childhood into the stage of maturity to the point when the protagonist realizes his or her artistic potential and mission. Such kind of novel is called as കൺസിലർ റോമൻ. ഇപ്പോൾ കൺസിലർ റോമൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ബിൽഡിങ്സ് റോമൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഓൺ പ്ലേസ് ഓർ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റ് ചൈൽഡ്ഹുഡ് ടു മെച്യൂരിറ്റി ആണെങ്കിൽ, ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആർട്ടിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന തരത്തിലുള്ള ആശയങ്ങളെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അത്തരം പ്രൊട്ടാഗനിസ്റ്റുകളുള്ള കഥകളെയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് കൺസിലർ റോമൻ, വിച്ച് ഇസ് എ സബ് ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് റോമൻ. അപ്പോൾ ബിൽഡിങ്സ് റോമൻ്റെ ഒരു ഉപവിഭാഗമായിട്ടാണ് നമുക്ക് കൺസിലർ റോമനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. Okay, a portrait of the artist as a young man, and Marcel Proust's The Remembrance of Things Past, Dr. Faustus, and Charles Dickens' David Copperfield. All these are the best examples of consular roman. Novels belonging to this category often portray the struggles that sensitive protagonists undergo to overcome bourgeois values and other obstacles that hinder his or her creative potential. So that's all about Bildungsroman. Moving on to the historical fiction. എന്താണ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുന്നത്? ബേസിക്കലി ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഏതെങ്കിലും ഇവൻറ്റോ ഏതെങ്കിലും കഥാപാത്രങ്ങളെയൊക്കെ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ആസ് എ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ. മാർത്താണ്ഡവർമ്മ, വി ഹാവ് ദിസ് നോവൽ ഹിയർ ഇൻ മലയാളം ലിറ്ററേച്ചർ, ഓർ ഇഫ് യു ആർ watching Parashiraja, you can say it is a historical film or historical movie. That is Kayangulam Uchini, or you can say Urumi. All these films had taken situations from the history, or a page from the history and all that, or some characters from the history and all that. So, what is historical fiction? Historical fiction is a type of fiction in which a significant historical event or era serves as a backdrop to a story that may include fictional characters or historical personages, or a mix of both. So this work can take fictional characters or even historical persons as the characters, or the mix of both. Rendumava. Historical novels often attempt to portray the spirit, manners, social norms, customs and social conditions of a past age with the realistic details to add interest and credibility to the narrative. The characters in a historical novel are expected to accurately reflect the era through their appearance, utterances and dialogue. Therefore, writing historical fiction demands a balance of research and creativity. നീറ്റ്ലി നമ്മളിപ്പോൾ ഒരിക്കൽ പി ടി കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഫിലിം മേക്കർ അദ്ദേഹം പറയുകയുണ്ടായി, പരദേശി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ആ ഒരു കാലഘട്ടത്തിലെ കുപ്പായം തുന്നണം, ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ, ഓട്ടുവിളക്കുകളുമൊക്കെ സംഘടിപ്പിക്കണം. സോ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് പ്രോസസ് ടു ക്രിയേറ്റ്. ഓർ ജസ്റ്റ് തിങ്ക് അബൌട്ട് ബാഹുബലി, വിച്ച് ഹാസ് ഗോട്ട് എ കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഡ്രോപ്പ് വിച്ച് നീഡ്സ് 2 or 3 years to create even the set for the film. അപ്പോൾ അത്രമാത്രം റിസർച്ചും ക്രിയേറ്റിവിറ്റിയും ആവശ്യമുള്ളൊരു മേഖലയാണ്, അല്ലെങ്കിൽ ആവശ്യമായിട്ട് വേണ്ടി വരും ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. Though writing fiction, committed writers of this genre study about the chosen period thoroughly and strive for vermicelitude about the minute details and all that. The history of historical novel as an important fictional genre started in the beginning of the 19th century with the pioneering works of Sir Walter Scott, and flourished in the same century through the works of great writers like Victor Hugo, Alexander Dumas, James Fenimore Cooper and Leo Tolstoy. Sir Walter Scott is often hailed as the father of historical novel. അദ്ദേഹത്തെയാണ്
വാൾട്ടർ സ്കോട്ടിൻ്റെ നോവൽസിനെയാണെങ്കിൽ അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വെയ്വർലി നോവൽസ് ആയിക്കോട്ടെ, കെനിൽ ബോത്ത് ആയിക്കോട്ടെ, സ്കോട്ട്ലാൻഡിൻ്റെ ചരിത്രം പറയുന്ന ഇവാനോ ആയിക്കോട്ടെ, അദ്ദേഹത്തെ ഫാദർ ഓഫ് ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് വിളിച്ചിട്ടുള്ളത്. വിക്ടർ ഹ്യൂഗോസ് ദ ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടർഡാം, നോട്ടർഡാമിലെ കൂനൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. ഓർ ദ ത്രീ മസ്കിറ്റിയേഴ്സ്, ലിയോ ടോൾസ്റ്റോയ്സ് വാർ ആൻഡ് പീസ്, ഓർ ചാൾസ് ഡിക്കൻസ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഓൾ ദീസ് വർക്ക്സ് ഹാഡ് ടേക്കൺ the pieces from the history. അമേരിക്കൻ സിവിൽ വാർ ആയിരിക്കാം, ചിലപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ ആയിരിക്കാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റിനെയോ ഒരു ഇറയോ ഒക്കെ എടുത്തിട്ടാണ് ഇവരുടെ നോവൽസിലെ സെറ്റിംഗ് ആയിട്ട് ബാക്ക്ഡ്രോപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. So that's all about historical fiction. Moving on to the sixth one, that is detective fiction. Detective fiction is a type of prose fiction in which a detective, either an amateur or a professional, investigates a crime, often involving murder. അപ്പോൾ ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി ഒരു കുറ്റാന്വേഷകൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവിടെ ഒരു ക്രൈം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഓഫൺ ഇറ്റ് വിൽ ബി എ കൈൻഡ് ഓഫ് മർഡർ. ആൻഡ് ദിസ് ഡിറ്റക്റ്റീവ് എന്ത് സംഭവിക്കുന്നുണ്ടായിരിക്കും, ഇയാൾ ഒത്തിരി ക്ലൂസൊക്കെ വെച്ചിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ അയാൾ കണ്ടുപിടിച്ച് അവസാനം ഒരു സൊല്യൂഷനിലേക്ക്, ആ അന്വേഷിച്ച് വന്നതിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കാം മിക്കവാറും ഒരു ഡിറ്റക്റ്റീവ് നോവലിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. ആരെയാണ് ഇപ്പോൾ മനസ്സിലോർത്തതെന്ന് നമുക്കറിയാം, നൺ അതർ ദാൻ ഷെർലക് ഹോംസ്, റൈറ്റ്? The detective solves the crime through the use of deductive reasoning from a series of clues. In detective fiction, the twists and turns of the plot are more significant than characterization and setting. Even though the genre has evolved through the years, the basic formula of the detective fiction has remained somewhat unchanged. എന്തായിരിക്കും അതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്? A seemingly perfect yet baffling crime. A cluster of clues and red herrings that invites the reader to match wits with the detective. Several plausible suspects. A detective who employs rigorous logic and creative intuition, അല്ലേ, നമ്മുടെ സേതുരാമയ്യർ CBI ഒക്കെ പോലെ, in solving the crime. A sidekick, spouse, servant or secretary to provide comic relief and an unexpected conclusion. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും അതിൽ വില്ലനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കുറ്റം ചെയ്ത ഒരാളായിട്ട് അവസാനം വരുന്നത്. ആൻഡ് വി ക്യാൻ സീ ക്രൈം ഫിക്ഷൻ. ക്രൈം ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഫോക്കസ് എന്ന് പറയുന്നത് ക്രിമിനലിലായിരിക്കും. ആ ക്രിമിനലിൻ്റെ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങളിലൂടെ ആയിരിക്കും അവിടെ ഈ ക്രൈം ഫിക്ഷൻ ഓറിയൻറ്റ് ചെയ്യുന്നത്. ഡിറ്റക്റ്റീവ് നോവൽ ബേസിക്കലി ആ ഒരു ഡിറ്റക്റ്റീവിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ, ക്രൈം ഫിക്ഷൻ ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ദ criminal rather than on the detective or his or her investigation strategies. We can find Edgar Allan Poe's short story The Murder in the Rue Morgue, which is a very important, or which is a story, through this story he introduced the fictional detective Le Chevalier C. Augustus Dupin. Later, Sir Arthur Conan Doyle called Edgar Allan Poe the father of the detective tale. And we know that who are the other major pioneers of this category: The Mystery of Mary Roger and The Moonstone, Wilkie Collins in The Moonstone in the work. Or we can see definitely Sir Arthur Conan Doyle and his major character Sherlock, the celebrated fictional detective called as Sherlock Holmes. Sherlock Holmes made his first appearance along with his sidekick Dr. Watson in 1887 in A Study in Scarlet. His other major works include The Memoirs of Sherlock Holmes and Hound of Baskervilles. Another prominent figure in the detective fiction is Agatha Christie, who dominated the genre in 1920s and 30s. Her Belgian detective Hercule Poirot and dauntless English spinster Miss Jane Marple are unforgettable. She wrote more than 80 novels, out of which the most popular one is Murder on the Orient Express. You might have seen this as a movie or like that. Other works are G.K. Chesterton's The Innocence of Father Brown, The Thin Man, Raymond Chandler's The Big Sleep, etc. Here we have the seventh category called as science fiction. What is meant by science fiction? Definitely science fiction will exhibit matters related to science. It was first appeared in William Wilson's A Little Earnest Book Upon a Great Old Subject in 1851. However, the credit of popularizing the term in 1920s goes to one of the genre's principal advocates, the American publisher Hugo Gernsback. From 1953 onwards, the World Science Fiction Society annually distributes the Hugo Awards to the best science fiction writers, editors, illustrators, films, and fanzines to commemorate Hugo Gernsback and his contributions. Science fiction, SF or sci-fi, is a type of narrative that primarily deals with the impact of actual or imagined science upon society or individuals.
അതായത് പലതരത്തിലുള്ള സയൻസുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ള ഇമ്പാക്റ്റുകൾ, ലോകത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതങ്ങൾ, അത്തരത്തിലുള്ള പല വിഷയങ്ങളും നമുക്ക് ഈ സയൻസ് ഫിക്ഷനിൽ കാണാവുന്നതാണ്. ഈ ടി എക്സ്ട്രാ ടെറസ്ട്രിയൽ കഥകളായിക്കോട്ടെ, വോളി പോലുള്ള കഥകളായിക്കോട്ടെ, വാർ ഓഫ് ദ വേൾഡ്സ് പോലുള്ള കഥകൾ, ജേർണി ടു ദ സെൻറ്റർ ഓഫ് ദി എർത്ത്, അറൗണ്ട് ദ വേൾഡ് ഇൻ 80 days, ദ ടൈം മെഷീൻ, all these are the most celebrated science fictions. And we can't omit Mary Shelley's novel Frankenstein, which deals with the scientific experiment in which life can be produced, life can be created in this world by human beings എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീനും ആ മോൺസ്റ്ററും ഒക്കെ നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഒരു സയൻസ് ഫിക്ഷൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ്. മേജർ തീംസ് ആൻഡ് കൺസേൺസ് ഓഫ് സയൻസ് ഫിക്ഷൻ ഇൻക്ലൂഡ് ടെക്നോളജിക്കൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, interstellar travel, time travel, extraterrestrial invasion, the exploration of space, interplanetary warfare, utopian or dystopian societies, wars involving mass destruction and ecological catastrophe. Works of science fiction stretch the imagination. After the development and use of nuclear weapons, science fiction began to sound less like fantasy and more like realism. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ സിനിമയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ട്രിപ്പ് ടു ദ മൂൺ എന്നൊക്കെ പറയുന്ന സിനിമകൾ വളരെ ഫാൻറ്റസി കലർന്ന രീതിയിലാണ് സയൻസിനെ അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ പിന്നീട് വരുന്ന കാലഘട്ടത്തിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെയും ഈ ടെക്നോളജിയുടെ ഇമ്പാക്റ്റും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. Just we can consider the modern fictions like Aldous Huxley's Brave New World or Arthur Clarke's Childhood's End, Fahrenheit 451, Ray Bradbury's Fahrenheit 451, or Jurassic Park. All these are the best examples. Slaughterhouse-5. All these are the best examples of modern scientific fiction which has got realistic elements in it. From the science fiction, let's move on to the next category called as magic realism. What is meant by magic realism? German art critic Franz Roh used the term magic realism. Magic realism എന്ന് പറയുമ്പോൾ ബേസിക്കലി അതൊരു മാജിക് ഫാൻറ്റസിയുടെയും റിയാലിറ്റിയുടെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും, ഒരു കോംബോ ആയിരിക്കും. സോ ഫ്രം ദ ലേറ്റർ ഹാഫ് ടു 19, അപ്പോൾ ആദ്യം ഈ പറയുന്ന ആസ്പെക്റ്റ് വന്നിട്ടുള്ളത് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഈ ഇസംസ്, ബേസിക്കലി റിയലിസം ആയിക്കോട്ടെ, ക്യൂബിസം, റിയലിസം, എക്സ്പ്രഷനിസം, ഓൾ ദീസ് ആർ ദ ബേസിക് ആസ്പെക്ട്സ് came from art first, painting and all that. പെയിൻറ്റിങ്ങിനൊക്കെ ശേഷം ഈ ഒരു പദം നമ്മൾ ഫിക്ഷണൽ പ്രോസിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് 1940s പകുതിയോട് കൂടിയിട്ടാണ്. ഫ്രം ദ ലേറ്റർ ഹാഫ് ഓഫ് 1940s, the term magical realism is applied to fictional prose works that integrate fantastic or mythical elements into an otherwise realistic narrative. Works of fiction belonging to this category transcend the confines of realism and draw upon the energies of fable, folktale and myth while retaining strong contemporary social relevance. In magic realistic novels, characters often possess some fantastic traits such as levitation, flight, telepathy, and telekinesis. So you might be thinking about Midnight's Children. In the fiction, we can see all those children who had born in the mid of August 15th. They have different abilities. ചിലർക്ക് പറക്കാനാണ്, ചിലർക്ക് നീന്താനായിട്ട്, ചിലർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ആംസ്, ചിലർക്ക് സ്ട്രോങ് ആയിട്ടുള്ള സെൻസ് ഓഫ് സ്മെൽ ആൻഡ് ഓൾ ദാറ്റ്. സോ Salman Rushdie's Midnight Children, one of the best, or the winner of Booker Prize, his work is one of the best from India, which had shown the power of using or incorporating magic into reality. This genre is chiefly associated with the writers of Latin America because they have made magic realism what it is today. The most celebrated example of magic realism is, yes, definitely Gabriel Garcia Marquez, 100 Years of Solitude, a unique fusion of realism, myth, comedy and history rendered in lush poetic language. And other prominent works are Love at the Time, Marquez, Love at the Time of Cholera, Laura Esquivel's Like Water for Chocolate, Salman Rushdie's Midnight Children, Haruki Murakami's The Wind-Up Bird Chronicle, Angela Carter's Night at the Circus, Günter Grass' The Tin Drum, Milan Kundera's The Book of Laughter and Forgetting, etc. Moving on to the next kind of novel, that is the 9th one, anti-novel. What is anti-novel? Definitely anti-novel, when we hear that term, we'll come to know that this is something which is against novel. Yes, definitely.
ഡെഫിനറ്റ്ലി ഒരു നോവലിൻ്റെ സെറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ പ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ദർ വിൽ ബി എ സ്ട്രക്ചർ ഇൻ ഇറ്റ്, ദർ വിൽ ബി എ കൈൻഡ് ഓഫ് ഓർഡർ ഇൻ ഇറ്റ്. ഒരു പ്ലോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ഈ ഓർഡറിനെ ബ്രേക്ക് ചെയ്യുക, ഈ ഒരു ഫ്ലോനെ ബ്രേക്ക് ചെയ്യുക, ഒരു സീക്വൻഷ്യൽ പ്ലോട്ടിനെ ഖണ്ഡിക്കുക, ടൈമും സ്പേസും ഒക്കെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുക, അതാണ് ഇത്തരത്തിലുള്ള നോവലിൻ്റെ പ്രത്യേകത. സോ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എൻ എക്സ്പെരിമെൻ്റൽ ഫിക്ഷൻ. Anti-novel is a type of experimental fiction that dispenses with certain traditional elements of fiction writing, such as characterization, descriptions of states of mind, locations in time and space, or the unfolding of the sequential plot. Anti-novels deliberately violate established novelistic conventions and norms to challenge the expectations of the readers. Readers are presented with a series of perceptions, especially visual. It is not mandatory that the reader should start reading the novel from page 1. The reader may begin from anywhere because the novel is constituted by disparate pieces of information that the reader should assemble and make sense of. Confusion is the intended objective of the narrative experiments of the anti-novelists. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് മോഡേൺ രീതിയിൽ നമ്മൾ കാണുന്ന നോവൽസാണ്. നോൺ ലീനിയർ പ്ലോട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ക്യാരക്ടറൈസേഷൻ ഈ പറയുന്ന സാധാരണ കൺവെൻഷണൽ നോവൽസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും, സെറ്റിംഗ് വ്യത്യസ്തമായിരിക്കും, പ്ലോട്ട് സ്ട്രക്ചർ വ്യത്യസ്തമായിരിക്കും. നമുക്ക് ഏത് പേജിൽ നിന്ന് വേണമെങ്കിലും വായിച്ച് തുടങ്ങാൻ പറ്റും. We can see certain examples as Nathalie Serrault's novel Portrait of a Man Unknown, Alain Rob Grilles' The Voyeur, Michael Burter's Passing Time and Degrees, etc. Though the term anti-novel is a later coinage, the non-linear approach to novel writing can be traced back to Laurence Sterne's Tristram Shandy. So we can see such elements in older works also. 10th one is metafiction. What is metafiction? Let's think about the film Udayananatharam. In the movie we can see that it is a film which is speaking about, which talks about the film making process and its difficulties of script writing and all that. What are the struggles made by a script writer to thrive in the film industry and all that. So in simple terms, metafiction is fiction about fiction. This form of fiction calls attention to its own fictionality and thereby it will hinders the reality. Deliberately breaks the illusions of reality that conventional fiction has always tried to evoke and nurture. അപ്പോൾ സാധാരണ നോവൽസ് അതുവരെ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നിരുന്ന സാധാരണ നോവലിൻ്റെ ഇതായിട്ടുള്ള ഒരു ഒഴുക്കോ ആ ഒരു കഥാഗതിയോ റിയലിസ്റ്റിക് അപ്രോച്ചോ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ടെക്നിക്കാലിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. കാരണം എങ്ങനെയാണ് ഫിക്ഷൻ എഴുതുന്നത് എന്നതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന നോവലുകളാണ് മെറ്റാഫിക്ഷനുകൾ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി അവിടെ മുഴച്ചു നിൽക്കുന്നത് അതിൻ്റെ ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫിക്ഷനാലിറ്റി ആയിരിക്കും rather than the reality. The person who first made this term metafiction was William H. Gass in 1970s in his essay Philosophy and the Form of Fiction, to denote some contemporary works of fiction that were somehow about fiction itself. Later, American literary critic and theorist Robert E. Scholes popularized the term to describe novels that specifically and self-consciously examine the nature and status of fiction itself. Metafiction presents how human beings reflect, construct and mediate their experience of the world. Metafictional novels construct a fictional illusion and then tend to break it. Self-conscious fiction and narcissistic fiction are two popular terms that critics usually use to denote metafiction. The classic examples of metafiction is Laurence Sterne's Tristram Shandy. Or we can take another example such as The French Lieutenant's Women, Vladimir Nabokov's Pale Fire, John Barth's Lost in the Funhouse, etc. You might be remembering Italo Calvino's If on a Winter's Night a Traveler. It was made in second person narrative. So definitely there will be a connection between the narrator and the narratee. Okay, so it will definitely break the reality structure and give importance to makes the readers to focus on the fictionality of the work. Moving on to the last and final topic of the day, that is historiographic metafiction. What is meant by historiographic metafiction? Postmodern philosopher Jean-Francois Lyotard, in his renowned work The Postmodern Condition, a report on knowledge, says that, simplifying to the extreme, I define postmodern as incredulity towards meta-narratives. In terms with the postmodern mistress of meta-narratives, many intellectuals, including Hayden White,
Michael Desertu, Roland Barthes, Paul Wayne, Louis Omink, and Lionel Grossman attacked history's superior status as a truth-telling discourse. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിനെ ബ്രേക്ക് ചെയ്യണം. ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത് സത്യമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ചരിത്രമെന്ന് പറയുന്നത് സാഹിത്യത്തെ പോലെ തന്നെ മറ്റൊരു കഥയാണ്, മറ്റൊരു ഫിക്ഷൻ ആണെന്നുള്ള വാദത്തിലാണ് ഈ പറയുന്ന പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സ് ഓർ ഫിലോസഫേഴ്സ് എത്തിച്ചേർന്നത്. We can see that the eminent historian Hayden White argues that all history writing employs specific kinds of plot structures. സത്യം പറഞ്ഞാൽ ഈ ചരിത്രം എഴുതുന്ന സമയത്ത് പല സംഭവങ്ങളും വ്യക്തമായിട്ടും ചിലതൊക്കെ അവ്യക്തമായിട്ടും കിടക്കുന്നുണ്ടാകും. ഈ അവ്യക്തമായതിനെ പൂരിപ്പിക്കുക, ഗ്യാപ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളത് ഈ ചരിത്രകാരന്മാരുടെ പ്രത്യേകതയാണ്. ചരിത്രകാരന്മാർ സ്വാഭാവികമായി ചെയ്യാറുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫിക്ഷൻ റൈറ്റർ, ഒരു നോവലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്ലോട്ട് സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റഡായി മാറുന്നു എന്നാണ് പറയുന്നത്. So the methods of emplotment that the historians adopt are somewhat similar to that of a fiction writer. The postmodern disbelief in the grand narratives of modern history has problematized history. മോഡേൺ ഹിസ്റ്ററിയുടെ ഈ ഗ്രാൻഡിയറിനെ ചോദ്യം ചെയ്ത് പോസ്റ്റ് മോഡേൺ ഡിസ്ബിലീഫ് രംഗപ്രവേശനം ചെയ്തതോടുകൂടെ ഈ പറയുന്ന യൂണിവേഴ്സലായിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ഗ്രാൻഡ് ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സോ വി ക്യാൻ സീ ഇൻ ദ പോസ്റ്റ് മോഡേൺ ഏജ് ഇറ്റ് ഈസ് ആൻ ഏജ് ഓഫ് ഹിസ്റ്റോറിക്കൽ പ്ലൂറലിസം ഇൻ വിച്ച് വി ക്യാൻ സീ ഡിഫറെൻറ്റ് എത്നിക്, കൾച്ചറൽ, സോഷ്യോ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് accounts of the same historical event. One of the most acclaimed theorists of postmodern fiction, that is Linda Hutcheon, calls postmodern historical novels as historiographic metafiction. Along with representing history, such novels through their self-reflexivity expose the constructed nature of both fiction and history. Even though historiographic metafiction concentrates on the narrativized and textual aspects of history, it never attempts to banish history. Its real pursuit is to keep the text of history open for various interpretations. അപ്പോൾ ഒരു എൻറ്റിറ്റി, ഒരു സ്ട്രോങ് ആയിട്ടുള്ള അൺബ്രേക്കബിൾ ആയിട്ടുള്ള വളരെ ഗ്രാൻഡായി നിൽക്കുന്ന ചരിത്രം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ ബ്രേക്ക് ചെയ്തിട്ട് അതിനൊരു പ്ലൂറാലിറ്റി കൊടുക്കുക. പല ആസ്പെക്റ്റിൽ നിന്നും ഈ പറയുന്ന പോലെ തന്നെ ചരിത്രം എന്ന് പറയുന്നത് ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് എഴുതിയിട്ടുള്ളതായിരിക്കുമല്ലോ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗം എഴുതിയിട്ടുള്ളതായിരിക്കും. പല ആളുകളുടെ കാഴ്ചപ്പാടിൽ ആ ചരിത്ര സംഭവത്തെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ വിലയിരുത്താനുള്ളൊരു അവസരം കൂടെ, ഒരു പ്ലൂറലിസ്റ്റിക് അപ്രോച്ചും കൂടെ ഇതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഓപ്പൺ ഫോർ വേരിയസ് ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. A history with a meta-narrative status is a closed narrative and there is no option to question it. Historiographic metafiction questions this convention of teleological closure. Actually, historiographic metafiction is a postmodern critique of historiography through fiction. Historiographic metafiction teaches history through fiction and at the same time reveals the fictionality of history. അപ്പോൾ ചരിത്രത്തിലൂടെ കഥയെയും കഥയിലൂടെ ചരിത്രത്തെയും പരസ്പരം പഠിപ്പിക്കുന്നൊരു രീതി, മെത്തേഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഫ്യൂ എക്സാമ്പിൾസ് ആർ ജോൺ ഫൗൾസ് ദ ഫ്രഞ്ച് ലെഫ്റ്റനൻറ്റ്സ് വിമൻ, സൽമാൻ റുഷ്ദീസ് മിഡ്നൈറ്റ് ചിൽഡ്രൻ, മൈക്കൽ ഒണ്ടാച്ചേസ് ദ ഇംഗ്ലീഷ് പേഷ്യൻറ്റ് ആൻഡ് ഒറാം പാമുക്സ് സ്നോ ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് historiographic metafiction. By this we wind up this chapter, this module. So we had discussed 10 types of fiction, beginning with picaresque novel, epistolary novel, gothic novel, Bildungsroman, historical fiction, detective novel, detective fiction, science fiction, magic realism, anti-novel, metafiction and historiographic metafiction. By this we wind up the class today. All of you read the textbook, learn well. See you all in the next class. Till then, all of you take care, be safe and be strong. Thank you and bye-bye.